കാട്ടുനട ഉത്സവം കാണാൻ പറ്റുമെന്ന് തോന്നണില്ല. അതെങ്ങനെ പറ്റും? എത്ര ദൂരം നടക്കണം? വയലും വെള്ളച്ചാലികളും കാടും കിടന്ന് പോകണ്ടേ? ഞാൻ അപ്പോഴേ പറഞ്ഞതാ കുളിയും തേവാരവും ഒക്കെ നേരത്തെ കഴിയണോ. കാട്ടിനകത്തെ ക്ഷേത്രമാ, കാട്ടുമൃഗങ്ങളും പാമ്പുകളും വിഹരിക്കുന്ന ഇടം. സന്ധ്യയ്ക്ക് മുമ്പ് അവിടെ എത്തേണ്ടതായിരുന്നു. മുമ്പൊരിക്കൽ ഞാൻ പോയിട്ടുണ്ട്, വീട്ടിൽ വെച്ച് അച്ഛനോടൊപ്പം. കാണേണ്ട കാഴ്ച തന്നെയാ. നാട് കൂടെ വന്നെങ്കിൽ കാവ്യം എഴുതും, അല്ലെങ്കിൽ അഷ്ടകം ചമയ്ക്കും. ഏയ്, ആണും ഇതിനൊന്നും വരില്ല. ആ സമയത്ത് ജപമോ ധ്യാനമോ ആയിരിക്കും. ദൂരെവിടെ വാദ്യഘോഷങ്ങൾ കേൾക്കുന്നു. ഏതൊരു കാര്യത്തിന് സമയനിഷ്ഠ വേണം, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. അടുത്തെവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ ധൈര്യത്തോടെ പോവായിരുന്നു. ഇതിപ്പം ദുർഘടം പിടിച്ച വഴിയും പോരാത്തിന് കാട്ടുമൃഗങ്ങളും. അതിനാർക്കും നിശ്ചയമില്ല, വഴിതെറ്റിയാ വല്ല കൊടുങ്കാറ്റിലായിരിക്കും എത്തുക. ഞാൻ പറയുന്നത് ഇപ്പോഴങ്ങോട്ട് പോകാതിരിക്കുന്നതാ ഭംഗി. കാരണം ഒരു ആശാൻ എങ്ങനെ അറിഞ്ഞോണ്ടല്ലോ, അപ്പ ശാസന ഉറപ്പം. കാട്ടിക്കിടന്ന് ചുറ്റിത്തിരിയും പോലെ തർക്കിച്ച് സമയം കളയാതെ പോംവഴി ആലോചിക്കും. കാട്ടിലെ ഉത്സവം കാണാൻ പറ്റിയില്ലെങ്കിൽ വലിയ നഷ്ടമായിരിക്കും. പക്ഷേ ബുദ്ധിയിൽ വഴിയൊന്നും കാണുന്നുമില്ല. എല്ലാവർക്കും ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ തയ്യാർ. ബാക്കി വരണടുത്ത് വെച്ച് കാണാം. അയ്യോ, ഞാൻ വരണ്ടില്ല. പാമ്പും കാട്ടുമൃഗങ്ങളും എനിക്ക് പേടിയാ. വഴി നിശ്ചയമുള്ള ഒരാളെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. വഴി ചോദിച്ചു പോവാം. മണ്ട ശിരോമണി, ഇത് വിജനമായ വഴിയാ. വഴി ആരോട് ചോദിക്കും? പുലിയോടും പാമ്പിനോടും. നാണു വിചാരിച്ച ഈ ദുർഘടാവസ്ഥ മാറും. ഞാനും ആലോചിച്ചു, പക്ഷെ ഇത്തരം നിസ്സാര കാര്യങ്ങൾ എങ്ങനെ നാണുവിനോട് എന്ന മടിയായിരുന്നു. ഇതൊരു നിസ്സാര കാര്യമല്ല, എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ്. സഹായിക്കണം, ഒരു പോംവഴി ഉണ്ടാക്കണം. എല്ലാവരുടെയും വലിയ ആഗ്രഹമല്ലേ? നാണുവിന് മാത്രമേ സഹായിക്കാൻ പറ്റൂ. നാണുവിന് മാത്രം. കാട്ടിലെ ഉത്സവം അത്രയ്ക്ക് ഇഷ്ടമാണോ? അതേ നാണു, വലിയ മോഹം. നടന്നില്ലെങ്കിൽ നിരാശയാകും. ഇഷ്ടം കാഴ്ചകളോടോ വിശ്വാസത്തോടോ? രണ്ടുമുണ്ട് നാണു. എന്നാലൊരു എളുപ്പ വഴിയുണ്ട്. എന്താണ് നാണു ആ എളുപ്പ വഴി? വഴിയെ അറിഞ്ഞോളും, അത് പോരെ? അത് മതി. കാട്ടുനട ക്ഷേത്രത്തിലെ ദൈവം തുണച്ചു നാണുവിന്റെ രൂപത്തിൽ. പിന്നെ ഒരു വ്യവസ്ഥയുണ്ട്, അവിടെ കൊണ്ടാക്കിയിട്ട് എനിക്ക് മടങ്ങണം. അവിടെ എത്തിയാൽ പിന്നെ എങ്ങനെയെങ്കിലും മടങ്ങാം. എങ്കിൽ പുറപ്പെടാം. വാ. ഇതുവഴി പോവാം. നാണു ഇതിനു മുമ്പ് ഈ വഴി പോയിട്ടുണ്ടോ? ഇല്ല. പലവട്ടം സഞ്ചരിച്ച മട്ടിലാണല്ലോ നാണു നടക്കുന്നത്. ശരിക്കും ഇത് ആദ്യമായിട്ടാണോ നാണു? അതെ. പെരുന്നെല്ലിക്ക് എന്താ സംശയം? ആദ്യമായിട്ട് പോകുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും അപരിചിതം കാണും. ഞങ്ങൾക്കെല്ലാം അതുണ്ട്. നാണു സ്വന്തം വീട്ടിലേക്ക് പോകുന്ന പോലെയല്ലേ പോകുന്നത്?
കല്ലും മുള്ളും വെള്ളച്ചാലുകളും നിറഞ്ഞ വഴി. കൂരിരുട്ടും. നാണു കൂടെയില്ലായിരുന്നെങ്കിൽ വലഞ്ഞു പോയനെ. എനിക്കാണെങ്കിൽ മുട്ടയടിക്കുന്നു. പല കാട്ടുമൃഗത്തിന് മുന്നിൽ ചെന്ന് ചാടുവോ? കയ്യിൽ പന്തമുണ്ടായിരുന്നെങ്കിൽ ഇരുട്ടിനെ ഭയക്കില്ലായിരുന്നു. അതുപോലെ ഓരോ തീപ്പന്തം കയ്യിലുണ്ടെന്ന് കരുതുക. അപ്പൊ ധൈര്യം വരും. നാടിനേക്കാൾ സുഖകരമാ കാട്. നാണു, നാണു, നാണു.